ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് മാറുക? കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ മാറ്റിയിട്ട് വേറൊരാള് കേന്ദ്ര ധനമന്ത്രിയായാൽ ഇനി ഇന്ത്യ രാജ്യത്തിലെ സാമ്പത്തിക ശാസ്ത്രത്തിലെ വിദഗ്ധൻ എന്ന് പറയുന്ന സാക്ഷാൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാക്കിയാലും അതുകൊണ്ട് ധനകാര്യ വ്യവസ്ഥിതി മെച്ചപ്പെടുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? നിർമ്മലാ സീതാരാമൻ ഒന്നും അറിയാത്ത ആളുകളല്ല. അവർ ലണ്ടനിലെ ബിസിനസ് സ്കൂളിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആളാണ് നിർമ്മലാ സീതാരാമൻ. അല്ലാതെ അറിയാത്ത ഒരാളൊന്നുമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നാം പറയുന്ന ഈ ഏതെങ്കിലും ഒരു മാൾത്തൂസിയൻ തിയറി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിമ്മിക്കുകൾ കൊണ്ടോ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാമെന്ന് കരുതിയാൽ ആ മറികടക്കാമെന്ന് പറയുന്ന രീതി മൗഢ്യമാണ്. ഇനിയിപ്പോ ചില ആളുകൾ, യുക്തിവാദികളടക്കമുള്ള ആളുകൾ പറയുന്നത്, ഇനി ഈ ജനപ്പെരുപ്പം കുറയ്ക്കുക, മുസ്ലിം പെണ്ണുങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകുന്നതങ്ങ് നിർത്തിയാൽ ധനകാര്യ സമ്പദ്ഘടന കുറച്ച് മെച്ചപ്പെടുമെന്നാ പറയുക. അതേതായാലും തൽക്കാലം നിർത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. മുസ്ലിം പെണ്ണുങ്ങൾ പ്രസവിക്കുന്നതിലോ അല്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടാകുന്ന കാര്യത്തിലോ അതിലൊരു നിയന്ത്രണമൊന്നും തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ കാരണം എന്തെന്നറിയാവോ? മുസ്ലിം പെണ്ണുങ്ങൾ നന്നായിട്ട് പെട്ടെന്ന് പ്രസവിക്കാൻ കാരണം നമുക്ക് ഈ ചൊവ്വാദോഷമോ അല്ലെങ്കിൽ വേറെ എങ്കിലും ശനിദശയോ അങ്ങനെ ഒന്നും നോക്കാത്തത് കൊണ്ട് ഏത് പെണ്ണിനെയും കെട്ടിക്കാം, ഏത് പെണ്ണിനും പ്രസവിക്കാം, ഏത് പെണ്ണിനും കല്യാണമൊക്കെ കഴിക്കാം. ഇതിനൊന്നും ഒരു പ്രത്യേക രാഹുകാലമോ സമയമോ ഒന്നും നമുക്കില്ലാത്തത് കൊണ്ട് ആ പ്രസവം അതങ്ങനെ നിർബാധം നടന്നുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിലൊരു മാന്യമൊന്നും വരാൻ സാധ്യതയില്ല. ഇപ്പൊ അത് പിടിച്ചു കെട്ടാൻ വേണ്ടി ആളുകൾ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ ജനപ്പെരുപ്പമാണോ സാമ്പത്തിക കമ്മിയുടെ കാരണം? അല്ല. അങ്ങനെയാണെങ്കിൽ നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ പറഞ്ഞത് ജനപ്പെരുപ്പമല്ല സാമ്പത്തികമായ ദാരിദ്ര്യത്തിന് കാരണം, സമ്പത്ത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ മാത്രം കുമിഞ്ഞുകൂടുന്നതാണ് സാമ്പത്തിക ഘടനയുടെ അടിത്തറ ഇളകാൻ കാരണമെന്ന് നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ പറഞ്ഞപ്പോ, അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് പ്രസവം നിയന്ത്രിക്കലല്ല, സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു വിഭാഗം ആളുകളുടെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ മാത്രം സമ്പത്ത് അടിഞ്ഞുകൂടുക, സാധാരണക്കാരന്റെ കയ്യിലേക്ക് സമ്പത്ത് വരാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഘടനയുടെ അടിത്തറ തകർന്നു പോകുന്നത് എന്ന് നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ പറഞ്ഞിട്ടുണ്ട്. മാൾത്തൂസിയൻ തിയറിയും തോളിലേറ്റിയിട്ട് കുടുംബാസൂത്രണം നടത്താൻ വേണ്ടി പോയവർ അമർത്യ സെൻ പറയുന്നത് കേട്ടിട്ട് ഞെട്ടിത്തെരിച്ചു പോയി. അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞത് സമ്പത്ത് സമ്പന്നരുടെ കയ്യിൽ മാത്രം നിൽക്കാൻ പാടില്ല, 2.5% സക്കാത്ത് കൊടുത്തിട്ട് സാധാരണക്കാരന്റെ കയ്യിലേക്ക് സമ്പത്ത് കൈമാറപ്പെടണം, എല്ലാവരും സമ്പത്ത് വിനിയോഗിക്കണം. അപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാമ്പത്തിക പ്രതിസന്ധി മാറണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വഴിയറ നിർമ്മലാ സീതാരാമൻ മാറിയത് കൊണ്ട് മാറുമോ? ഇല്ല. ഇനി ആരെങ്കിലും ഇവിടെ കുറെ ആളുകൾ, കുട്ടികളോ കുറെ കുഞ്ഞുങ്ങളോ പെറ്റുപരുതിയത് കൊണ്ട് ആർക്കെങ്കിലും ഇവിടെ ദാരിദ്ര്യം ഉണ്ടാവുമോ? വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നാൽക്കാലിയെങ്കിലും ജനിച്ചിട്ടുണ്ടോ എങ്കിൽ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ആ ജീവിക്ക് റിസ്ഖ് കൊടുക്കാനുള്ള ബാധ്യത ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, ഈ ഭൂമിയിലൂടെ മെല്ലെ മെല്ലെ നടന്നു പോകുന്ന ഒരു ഉറുമ്പിന് അതിന്റെ ഭക്ഷണം എവിടെയാണ് ഇരിക്കുന്നത്, അതിന്റെ ഉത്ഭവം എവിടെ, അത് സൂക്ഷിച്ചത് എവിടെ, കുല്ലും ഫീ കിതാബിൻ മുബീൻ, അത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ആകാശത്തുകൂടി പറന്നു പോകുന്ന കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? ഭക്ഷ്യവകുപ്പാണോ? ഇവിടെ നദിയുടെ ഉള്ളിൽ കിടക്കുന്ന, സമുദ്രത്തിന്റെ ഉള്ളിൽ ആടിയിട്ട് കിടക്കുന്ന തിമിംഗലത്തിന് ഭക്ഷണം കൊടുക്കുന്നതാരാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണോ? ഇതിലൂടെ കടങ്ങിപ്പോകുന്ന, ഈ തൊടിയിലൂടെ നടന്നു പോകുന്ന കോഴികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാരാ? ഇവിടുത്തെ പൊന്മാനിനും കുയിലിനും മയിലിനും പരാഗങ്ങൾക്കും പറവകൾക്കും ഉരകവർഗത്തിനും അടക്കം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം മുഴുവനും കുല്ലും ഫീ കിതാബിൻ മുബീൻ, അത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ച തമ്പുരാൻ അവർക്കുള്ള ഭക്ഷണവും ഈ ലോകത്ത് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ആരും ബേജാറാവേണ്ടതില്ല. പിന്നെ നിങ്ങളെ ബാധിച്ച ഈ സാമ്പത്തികമായ പ്രതിസന്ധി
പ്രതിസന്ധി മാറണമെങ്കിൽ, നിങ്ങളെ ബാധിച്ച ഈ റിസ്കിന്റെ പ്രശ്നം മാറണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കച്ചവടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്കിൽ നൽകിയിട്ടുള്ള ഈ പ്രതിസന്ധി നിങ്ങൾക്ക് മാറണമെങ്കിൽ, ആ മാറേണ്ടത് മന്ത്രിസഭ അടിച്ചുപണി കൊണ്ട് മാത്രമല്ല, ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അവരെ റിസ്കിനെ നിശ്ചയിച്ചു കൊടുത്ത, അവർക്കുള്ള ഭക്ഷണത്തെ നിശ്ചയിച്ചു കൊടുത്ത, അവരെന്തൊക്കെ ഉണ്ടാവണമെന്ന് നിശ്ചയിച്ചു കൊടുത്തൊരു തമ്പുരാനുണ്ടല്ലോ. അവനാണല്ലോ ലോകത്തിന്റെ ഖജനാവിനെ കൈകാര്യം ചെയ്യുന്നത്. വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ഖജനാവിനെ കൈകാര്യം ചെയ്യുന്ന കാവൽക്കാരൻ അവൻ എൻ്റെ ഖാലിഖായ അല്ലാഹ്, അവനാണ് എൻ്റെ റാസിഖായ അല്ലാഹ്. ഈ ലോകത്തെ മുഴുവനെ സൃഷ്ടിച്ച് സംഹരിച്ചു പരിപാലിച്ചു പോകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഖജനാവിനെ കൈകാര്യം ചെയ്യുന്നത്. ആ ഖജനാവിന്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖജനാവ് അവന്റെ അടിമകൾക്ക് വിശാലമാക്കി കൊടുക്കാൻ, അവന്റെ റിസ്കിനെ വിശാലമാക്കി കൊടുക്കാൻ, അവന്റെ ഐശ്വര്യത്തെ വിശാലമാക്കി കൊടുക്കാൻ ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ മാർഗങ്ങളാണോ നമ്മോട് പറഞ്ഞത്, ആ മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കല. ഇന്ന് നമ്മെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പ്രഥമ ഗണനീയമായ മാർഗമെന്ന് എന്നെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഈ പറയുന്നത് യുക്തിവാദികളോടല്ല, പദാർത്ഥവാദികളോടല്ല, സന്ദേഹവാദികളോടല്ല, ഈ പറയുന്നത് മതനിഷേധികളോടല്ല, ഈ പറയുന്നത് മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിരി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അചഞ്ചലമായി വിശ്വസിക്കുന്ന, പരലോകത്തെ വിശ്വസിക്കുന്ന, ഈ ലോകത്തിനൊരു സിട്ടാവുണ്ടെന്ന്, ആ സിട്ടാവ് എല്ലാം നിയന്ത്രിക്കുന്നുണ്ടെന്ന്, നാളെ പരലോകത്ത് അവന്റെ മുമ്പിൽ ജീവിതത്തെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കണമെന്ന് ആരൊക്കെ മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസത്തെ രൂഢമൂലമാക്കി അടിയുറപ്പിച്ചുവോ അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിന്നെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകണോ? നിന്റെ വീട്ടിലും നിന്റെ കുടുംബത്തിലും നിന്നെ ബാധിച്ച കടബാധ്യതകളിൽ നിന്ന്, നിന്റെ കച്ചവടത്തിന്റെ തകർച്ചയിൽ നിന്ന്, തളർച്ചയിൽ നിന്ന് നിനക്ക് മോചനം വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങളാണ് നമ്മോട് പറഞ്ഞു തന്നത്. എന്റെ സഹോദര, പരിമിതമായ സമയത്തിന്റെ ഉള്ളിലൊരു വ്യർത്ഥമായ അതര വ്യായാമമല്ല ഈ പ്രതിസന്ധികളിൽ സാമൂഹികമായി നമ്മെ സമകാലികമായി ഇപ്പൊ ബാധിച്ചിരിക്കുന്ന പ്രയാസം മാറാൻ എന്റെ റബ്ബിനോട് പറഞ്ഞ പരിഹാരമെന്തേ, എന്റെ ഹബീബിനോട് പറഞ്ഞ പരിഹാരമെന്തേ, അതും മനസ്സിലാക്കിയിട്ട് അതുവഴി ജീവിക്കലല്ലേ വിശ്വാസിയുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക പ്രതിസന്ധികൾ മാറാൻ പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞത് 5 കാര്യങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമനായി പറയുന്നത്, അല്ലാഹു പറയാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? എന്നെ കേൾക്കുന്ന ഓരോരുത്തരും അക്കമിട്ട് പഠിച്ചുകൊള്ളുക. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാമ്പത്തിക പ്രതിസന്ധി മാറാൻ അല്ലാഹു പറഞ്ഞ ഒന്നാമത്തെ നടപടി, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അവന്റെ റിസ്കിനെ നിശ്ചയിക്കുകയും ആ റിസ്കിൽ എന്തെങ്കിലും കുറവ് വരികയും ചെയ്താൽ ആ സമയത്ത് അവൻ ആദ്യമായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അല്ലാഹു അവന് നൽകിയതിൽ നിന്ന് അവൻ ചെലവഴിച്ചു കൊള്ളട്ടെ.
എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന സദക്കകൾ കുറയ്ക്കാൻ പാടില്ല. മനസ്സിലായ? ഇല്ല. അള്ളാഹു ഒരാൾക്കൊന്ന് നിശ്ചയിച്ചു, ആ നിശ്ചയിച്ചതിൽ അവന് പ്രതിസന്ധി വന്നു. അപ്പൊ ചെയ്യേണ്ടത് ആ സമയത്ത് അള്ളാഹു അവന് നൽകിയതിൽ നിന്നവൻ ചെലവഴിക്കണം. നമ്മൾ എന്താ ചെയ്യാ? സാമ്പത്തിക പ്രതിസന്ധിയാണ്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് വാതിന് പൈസ പറയാനില്ല, പള്ളിക്ക് കൊടുക്കാനില്ല. സഹോദര, പ്രയാസം വരുമ്പോ കൂടുതൽ ചെലവഴിക്കണമെന്നാണ് ഖുർആൻ. ഉസ്താദെ, ഇല്ലാതെ മാന്യമല്ലേ, പ്രതിസന്ധിയല്ലേ, എങ്ങനെ ചെലവഴിക്കുക? ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് നാട്ടിൽ നടക്കണ കല്യാണത്തിന് ആർഭാടത്തിന് വല്ല കുറവുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറയാത്ത കുറവുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണല്ലേ, കുറവുണ്ടോ? കെട്ടിപ്പൊക്കണ വീടിന് വല്ല കുറവുണ്ടോ? എന്നാ പ്രതിസന്ധിയാണ്. 10,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു, 8,000 ആയിട്ട് വെട്ടിക്കുറച്ചത് എവിടെയെങ്കിലും ഉണ്ടാ? ഇല്ല. വേറെ എന്തെങ്കിലും ആർഭാടത്തിന് വല്ല കുറവുണ്ടോ? ഗാനമേളയ്ക്ക് കുറവുണ്ടോ? തോന്നിയാസത്തിന് കുറവുണ്ടോ? അതിനെല്ലാം ആവശ്യം പോലെ ഉണ്ട്. പിന്നെ കുറവ് എവിടെയാ? യത്തീംഖാനയ്ക്ക് 50 കൊടുത്തത് 10 ആക്കി, പള്ളിക്ക് 100 കൊടുത്തത് 50 ആക്കി. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എത്രയൊക്കെ നമ്മൾ ചെലവഴിച്ചു അതൊക്കെ ചുരുക്കി. എന്നിട്ട് തോന്നിയാസത്തിന് വേണ്ടി എന്തൊക്കെ ചെലവഴിച്ചു അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തി. തെറ്റിപ്പോയി മോനെ, തെറ്റിപ്പോയി. കൊടുക്കേണ്ടത് എവിടെയാ? പ്രയാസം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. പ്രയാസം വരുമ്പോഴല്ലേ ധാരാളമായി കൊടുക്കേണ്ടത്. ഒന്നുമില്ല ആ സമയത്ത് ഇല്ല എന്ന് പറയലല്ല അല്ലാ. പടച്ചവനെ, ഞാൻ എനിക്ക് വേണ്ടാത്ത അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ പ്രതിസന്ധി കൊണ്ട് നിർത്തലാക്കുകയാ. മാസാമാസം ഉണ്ടായിരുന്ന കേബിളിന്റെ കണക്ഷൻ അങ്ങ് കട്ട് ചെയ്തു. ടാറ്റാ സ്കൈ ഈ മാസത്തേക്ക് റീചാർജ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. 4 പത്രങ്ങൾ വന്നുകൊണ്ടിരുന്നത് 2 ആക്കി ചുരുക്കി. പിന്നെ ഡ്രസ് എടുക്കുന്നതിന് ചെറിയൊരു ചുരുക്കം വരുത്തി. എന്നാലും എന്റെ റബ്ബേ, നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച പള്ളിക്ക് കൊടുത്തതും യത്തീംഖാനയ്ക്ക് കൊടുത്തതും അറബി കോളേജിന് കൊടുത്തതും അഗതികൾക്ക് കൊടുത്തതും അനാഥകൾക്ക് കൊടുത്തതിന് ഞാൻ കുറവ് വരുത്തുന്നില്ല. കാരണം അല്ലാഹുവേ, നീ എന്റെ റിസ്കിനെ പിടിച്ചു നിർത്തുമ്പോൾ നിന്നിലേക്ക് എനിക്ക് അടുക്കാനാണ് ഇഷ്ടമല്ല. അതുകൊണ്ട് സഹോദരാ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് കൈയച്ച് ദാനം ചെയ്യേണ്ടത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരായിരുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും രണ്ടുപേരും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സദഖ ചെയ്യുന്ന കാര്യത്തിൽ മത്സരമുണ്ടായിരുന്നുവല്ലോ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ട് പരിചയിച്ചു പോയ ചരിത്രമാണ്. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിക ലോകം മുഴുവനും സാമ്പത്തികമായ പ്രതിസന്ധിയിൽ വല്ലാതെ ഞെരിഞ്ഞു നിൽക്കുമ്പോഴാണ് മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞത്, സ്വഹാബാ, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത്. അല്ലാഹുവിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ദിർഹം പോലും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ദാനം ചെയ്യണേ എന്ന കൽപ്പന വന്നപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല ചിന്തിച്ചുവല്ലോ, അല്ലാഹുവേ, ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയമാണിത്. എനിക്കിന്ന് അബൂബക്കറിനെ തോൽപ്പിക്കണം, ഏറ്റവും കൂടുതൽ സദഖ ചെയ്യുന്നത് ഞാനായിരിക്കണം. ഉമർ റളിയല്ലാഹു തആല വീട്ടിലേക്ക് ഓടിയിട്ട് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് അതേവരെയുള്ള ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിച്ച സമ്പത്ത് മുഴുവനും 2ആയി പകുത്തിട്ട് ഒരു പകുതി ഭാര്യയോട് പറഞ്ഞ് ഇത് വീട്ടു ചെലവിന് വേണ്ടി ഉപയോഗിക്കുക, അടുത്ത പകുതിയുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, യാ റസൂലല്ലാഹ്, ഉമറിന് അല്ലാഹു നൽകിയ സമ്പത്തിന്റെ നേർപകുതി ഞാൻ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കും നബിയേ
ആരാ പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇടത് ഭാഗത്ത് ഉമർ റളിയല്ലാഹു തആല ഇരിക്കുന്നുണ്ട്. അബൂബക്കറിന് ഇന്നെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ആരാണ് ഒരു സമ്പത്തിന്റെ നേർപകുതി ദാനം ചെയ്യുന്നതാരാ? അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ലല്ലോ. ഇക്കാര്യത്തിൽ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തി എന്ന് കരുതി ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അതാ മറുഭാഗത്തു നിന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല വരുന്നത്. വലത്തെ തോളിൽ ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പായയുണ്ട്. വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഒരു തോൽപാത്രവുമുണ്ട്. ആ പായയോട് ചേർന്ന് ഈത്തപ്പന മരത്തിന്റെ കുരു നിറച്ച ഒരു തലയണയുമുണ്ട്. പിന്നെ കുറെ അടുക്കളയിലെ വീട്ടുപാത്രങ്ങളുമുണ്ട്. അത് തലയിൽ ചുമന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് തന്റെ കയ്യിലിരിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഓലയും തോൽപാത്രവും ബാക്കിയുള്ള ചെറിയ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു തആല അത്ഭുതാതി രേഖത്തോടെ നോക്കി നിൽക്കവേ അബൂ റളിയല്ലാഹു തആല എന്നെ മുമ്പിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്, ഞാൻ എൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ഇതല്ലാതെ എൻ്റെ വീട്ടിൽ വേറൊരു സാധനമില്ല നബിയേ. എൻ്റെ വീടിന്റെ ഉള്ളിൽ ദൈനംദിന ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പാത്രങ്ങളടക്കം അല്ലാഹുവിന്റെ ദീനിനെ ഞാൻ ദാനം ചെയ്യുകയാണ്. ഇനി ഇതല്ലാതെ അബൂബക്കറിന്റെ വീട്ടിൽ ഒരു ഈത്തപ്പന മരത്തിന്റെ ഒരു തോൽ പാത്രം പോലും ഇല്ലെന്ന് പറയവേ മഹാനായ ഉമർ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് വിങ്ങി വിങ്ങി കരഞ്ഞുവല്ലോ. അബൂബക്കറേ, ഈ നന്മയുടെ കാര്യത്തിൽ നിന്നെ തോൽപ്പിക്കാൻ ഖത്താബിന്റെ മകൻ ഉമറിന് കഴിയില്ലെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരുന്ന് കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങിപ്പോയി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയാനല്ല, ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത കാലത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി നന്മയിലേക്ക് മുന്നേറുവാൻ ആർക്കാണോ കഴിയുക? ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നന്മയുടെ കാര്യത്തിൽ മത്സരമുണ്ടാവുക. ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുമ്പോ പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ഞാൻ പഴയതിനേക്കാളേറെ ചെലവഴിക്കും. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത വഴിയിൽ എന്തൊക്കെ ചെലവഴിച്ചു അതിനെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്ന് തീരുമാനമെടുക്കണം. ഈ റിസ്കിൽ വിശാലത ഉണ്ടാകണമെങ്കിൽ ഒന്നാമനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ നന്മയ്ക്ക് വേണ്ടി ധാരാളം ചെലവഴിക്കുക. ഗാനമേളക്ക് വേണ്ടിയല്ല, അശ്ലീലങ്ങൾക്കും അനാചാരങ്ങൾക്കും ആഭാസങ്ങൾക്കും അസുര നൃത്തങ്ങൾക്കും വേണ്ടി നമ്മുടെ ലക്ഷ്യങ്ങൾ വാരി പൊടിക്കുകയും അള്ളാഹുവിന്റെ ദീനിനാവശ്യം വരുമ്പോ നമ്മുടെ നാട്ടിലെ പള്ളികൾ പെയിന്റ് അടിക്കാൻ കഴിയാതെ പായൽ കയറുകയും നമ്മുടെ നാട്ടിലെ അനാഥ പെണ്ണുങ്ങൾക്ക് കല്യാണം നിഷേധിക്കപ്പെടുകയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവൻ ഈ പെരുമടയത്ത് കിടന്നുറങ്ങാൻ ഒരു കൂരയില്ലാതെ നിന്റെ അയൽപക്കക്കാരൻ കട്ടപ്പെടുകയും സ്ത്രീധനമെന്ന ദുരാചാരത്തിന്റെ പേരിൽ 30 വയസ്സായിട്ട് പോലും മംഗല്യ സൗഭാഗ്യമില്ലാതെ ഇന്നും തങ്ങളുടെ മക്കൾക്ക് കല്യാണം നടത്താൻ വെള്ളിയാഴ്ച പള്ളിക്കോലാകളിൽ തുണി വിരിച്ചിട്ട് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിറങ്ങി വരുന്ന ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന പിതാക്കന്മാര് നമ്മുടെ മഹല്ലുകളുടെ പരിധിക്കുള്ളിൽ താമസിക്കുകയും ചെയ്യുമ്പോ അവസ്ഥയിൽ ആവാസങ്ങൾക്കും അശ്ലീലത്തിനും വേണ്ടി നിന്റെ സമ്പത്തിനെ ചെലവഴിക്കപ്പെട്ടാൽ അള്ളാഹു നിന്നെ സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് പരീക്ഷിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നീയും നിന്റെ കുടുംബവും രാവിലെ കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടിയിട്ട് വൈകുന്നേരം ശീതീകരിച്ച റൂമിലേക്ക് വന്നൊരു കൊതുകിന് പോലും കയറാത്ത ശീതീകരിച്ച റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോ ആ സമയത്ത് നിന്റെ മുൻഭാഗത്ത് ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ കോരിച്ചൊരിയുന്ന മടയത്ത് ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് കടത്തെണ്ണകളിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങരിച്ച് കിടക്കുന്ന നിന്നെ അയൽവക്കക്കാരുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ 12 തരം കറി കൂട്ടിയിട്ട് മിട്ടാന്റെ ഭോജനം നടത്തുമ്പോ ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഹോട്ടലിന്റെ പുറകിൽ നായകളോട് കടിപിടി കൂടുന്ന പാവപ്പെട്ടവര് നിന്റെ കൺമുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ നന്മയുടെ വഴിയിലേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ നിന്റെ സമ്പത്തിന് വിനിയോഗിക്കാതിരിക്കുകയും എന്നിട്ട് പട്ടിപ്പലിശക്ക് വേണ്ടിയും ലോട്ടറി കച്ചവടത്തിന് വേണ്ടിയും പലിശ സമ്പ്രദായത്തിന് വേണ്ടി നിന്റെ സമ്പത്ത് വിനിയോഗിക്കുകയും ചെയ്താൽ നിന്റെ പ്രതിസന്ധികളിൽ മാറ്റമുണ്ടാവില്ല. ആ പ്രതിസന്ധികളിൽ നിന്ന് മാറ്റമുണ്ടാകണമെങ്കിൽ അല്ലാഹു നിനക്ക് നൽകിയതിൽ നിന്ന് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഏത് പ്രതിസന്ധിയിലും നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചതിൽ കുറവ് വരുത്താതിരിക്കുക. തിന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചതിന് നിങ്ങളെന്തിട്ട് മനുഷ്യന്മാരാടാപ്പ, ഇഷ്ടപ്പെടാനില്ലേ? അതിനെന്ത് ചെയ്യാ? തടയിടുക. അതാണ് ശുക്ർ. റബ്ബേ, നീ എനിക്ക് ഇത്രയും നാൾ വാരിക്കോരി തന്നു അല്ലാ, ഞാനതെല്ലാം ആസ്വദിച്ചു. റബ്ബേ പടച്ചോൻ, ഇപ്പൊ ഒരു പ്രതിസന്ധി, അൽഹംദുലില്ലാ, ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മയിൽ കുറവില്ല. ഇനി ഞാൻ ആവശ്യമല്ല, അനാവശ്യമല്ല, അത്രയ്ക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും ഞാൻ അതിന് കുറവ് വരുത്തുന്നു. റബ്ബേ, നിനക്ക് വേണ്ടി, നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതിൽ ഞാൻ കുറവ് വരുത്തില്ല എന്ന് ഉടമയോട് അടിമ പറയുമ്പോ ഉടമസ്ഥന് കുറച്ചുകൂടി സന്തോഷം അടിമയോട് തോന്നും, അല്ലേ? അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട്? അപ്പൊ അടിമയോട് ഉടമയ്ക്ക് സ്നേഹം കൂടും. അപ്പൊ നമ്മുടെ റിസ്കിൽ വിശാലതയുണ്ടാവും. അപ്പൊ ചോദിക്ക്, ഈ പ്രതിസന്ധിയിലും വീണ്ടും നന്മയ്ക്ക് വേണ്ടി കൊടുക്കാനോ? അതെ. അതിനല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കേടാ, ഞാൻ പറഞ്ഞ മനസ്സിലാവണില്ലേ? 5 കാര്യം പറയണം, വഅൽ അവസാനിക്കും. എത്ര താമസം തുടങ്ങിയാലും സമയത്ത് ഇൻഷാ അല്ലാഹ് നിൽക്കും. ആ പുറകെ നിൽക്കണ സഹോദരങ്ങൾ ചെറിയ കസേരയൊക്കെ ഇവിടെ ഉണ്ട്, അവിടെ ഇരുന്നോളി. ഈ വഅലെന്ന് പറയണ വലിയൊരു ആൾക്കൂട്ടം വന്ന് അവിടെ ഇവിടെയൊക്കെ കേട്ട് ഒരു ബഹളം ഉണ്ടാക്കി പോവാനല്ല. ഇവിടെ നിറങ്ങുമ്പോൾ ഖുർആൻ പറഞ്ഞ ഈ 5 കാര്യം പഠിക്കണം, പ്രാവർത്തികമാക്കണം. എനിക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവണം. അതിനെല്ലാവരും മനസ്സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. അതുകൊണ്ട് എല്ലാവരും, ആ സംഘാടകരൊഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഇരുന്നോളി. ഇനി അവിടെ ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഈ കസേര എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയീൻ. എന്നാലല്ലേ ശരിയാവൂ. ഇങ്ങനെ ഈ പ്രതിസന്ധി സമയത്ത് അല്ലാഹ് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിച്ചാൽ അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാ? അല്ലാഹു ആ പ്രതിഫലം നമുക്ക് നൽകട്ടെ. ഉഷാറാവണില്ലല്ലോ. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله. صلاة الله
അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ തിരുഹളറത്തിലേക്ക് നാം ചൊല്ലിയ സ്വലാത്തുകൾ, അവിടത്തേക്ക് നാം അർപ്പിച്ച ഈ കൽബിന്റെ പ്രണയഗാനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കവേ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നിന്നെ സമ്പത്തിനെ ചെലവഴിച്ചു കഴിഞ്ഞാൽ സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ. എല്ലാ പ്രയാസങ്ങൾക്കും പുറകെ അല്ലാഹു സന്തോഷം കൊണ്ടുവന്നു തരുമത്രേ. മുഅ്മിനേ മുഅ്മിനാത്തുകളെ, ഈ വാക്ക് നിങ്ങൾ കേൾക്കണേ. ഇതാര് പറയുന്നതാണ്? അല്ലാഹു പറയുന്നതാണ്. എല്ലാ പ്രയാസങ്ങൾക്ക് ശേഷം സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, എല്ലാ പ്രയാസങ്ങൾക്ക് പുറകെ അല്ലാഹു നിങ്ങൾക്ക് ധാരാളം സന്തോഷം കൊണ്ടുവന്നു തരുമത്രേ. സഹോദര സഹോദരി, എല്ലാ കാലത്തും സങ്കടമായിരിക്കില്ല, എല്ലാ കാലത്തും കണ്ണീരായിരിക്കില്ല, എല്ലാ കാലത്തും വിഷമമായിരിക്കില്ല, മരണം വരെ സങ്കടങ്ങൾ മാത്രമായിരിക്കില്ല. ഈ സങ്കടങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ട്. ആ സങ്കടത്തിന് പുറകെ ബഅദ ഉസ്രിൻ യുസ്റാ, അല്ലാഹു നിനക്ക് സന്തോഷത്തിന്റെ ചെപ്പ് തുറന്നു തരുമത്രേ. ഓരോ പ്രയാസങ്ങൾ പുറകെ വരാനിരിക്കുന്ന സന്തോഷത്തിന് അടയാളമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോ തളരരുത്, സങ്കടങ്ങൾ വരുമ്പോ പതറരുത്, ഏതെങ്കിലും ആകുലതകൾ വരുമ്പോൾ തിരിഞ്ഞോടരുത്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ടാണ് അവന്റെ സന്തോഷത്തിന് നാവുകൾ വരിക. അറിയുമല്ലോ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലായല്ലോ, അല്ലാഹുവിന്റെ ഇട്ടക്കാരനായല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീലാ, ഇബ്രാഹിം നബി ഇട്ടത്തോടനായി തിരഞ്ഞെടുത്തുവല്ലോ. അത് ഒറ്റ ദിവസം കൊണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയെയും മക്കളെയും മണലാരുണ്യത്തിൽ ഉപേക്ഷിച്ച് ഫലസ്തീനിൽ പോയി വാർദ്ധക്യകാലത്തുണ്ടായ മകനെ ബലിയർപ്പിക്കേണ്ടി വന്ന് അവസാനം നമ്രൂദിന്റെ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് അഗ്നികുണ്ഡത്തിൽ നിന്ന് ജയിച്ചു വന്ന 1000 പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ ഇട്ടതോടനായ ഇബ്രാഹിം നബി ഖലീലായി മാറിയത്. അള്ളാഹു ജീവിതത്തിൽ സന്തോഷം കൊടുത്തത്. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ, തൂർ സീനാ പർവ്വത നിരകളുടെ മുകളിൽ പോയി അള്ളാഹുവിനോട് അഭിമുഖ സംഭാഷണം നടത്തിയ പ്രവാചകനല്ലേ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ പദവിയൊന്നും ഒരു സുപ്രഭാതത്തിൽ കിട്ടിയതല്ലല്ലോ. സർവാധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും അടയാളമായ ഫറോവയുടെ മുമ്പിൽ പോയി സ്വന്തം കുടുംബത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിട്ട് അവസാനം ചെങ്കടലിന്റെ മുകളിൽ പരീക്ഷിക്കപ്പെട്ട് എത്രമേൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും താണ്ടി കടന്നിട്ടാണ് പിന്നെ തൂർ സീനാ പർവ്വതത്തിലേക്ക് വിളിച്ചിട്ട് അല്ലാഹു സമാധാനിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മുടെ കൽബിന്റെ കരളായ, നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പായ, നമ്മുടെ ഹൃദയത്തിന്റെ രോമാഞ്ചമായ, കൽബിന്റെ ഉള്ളിലെ കനകമായ മുത്തൊളി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥനായി ജനിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ശുബൈ അബൂ താലിബിനെ ആട്ടിൻകൂട്ടത്തെ മേയിച്ച് അവസാനം സ്വന്തം നാട്ടുകാരെ കള്ളനെന്ന് വിളിച്ച് തായിഫിന്റെ മലരാരുണ്യത്തിൽ കല്ലേറ് കൊണ്ടിട്ട് ശരീരത്തിലൂടെ രക്തം തടം തല്ലിയാ തൊടുകി ജീവിച്ചിരുന്ന കാലത്ത് പെൺമക്കളും മരണപ്പെട്ട് ആൺമക്കളും മരണപ്പെട്ട് ഏക ഭാര്യയും നഷ്ടപ്പെട്ട് അവസാനം പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കനൽ പദങ്ങളെ താണ്ടി 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 നടന്ന് എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടൊരു പ്രവാചകൻ വേറെയില്ലെന്ന് കഅബാലയത്തിന്റെ മുറ്റത്തിരുന്ന് കണ്ണീരോടെ തന്നെ അനുയായികളോട് പറഞ്ഞു കൊടുത്ത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചതിന് ശേഷമല്ലയോ ജിബ്രീലിനെ പറഞ്ഞു വിട്ട അലൈഹിസ്സലാത്തു വസ്സലാം
ബുറാഖ് എന്ന അതിശീഘ്ര ഗമന വാഹനത്തിൽ കയറ്റി മലക്കുകളുടെ അകമ്പടി സേവിച്ച് അവസാനം ഏഴാനാകാശത്തിന്റെ മുകളിലേക്ക് എത്തി. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. ഖാബ ഖൗസൈനി കടത്തിയിട്ട് തന്നെ മുമ്പിൽ കൊണ്ടുവന്ന് ആശ്വാസത്തിന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തതൊരു പുലരി പുലർന്നപ്പോഴല്ലോ, വർഷങ്ങളോളം പരീക്ഷണങ്ങളുടെ കനൽപ്പദങ്ങളെ താണ്ടി നടന്നിട്ടാണ് മുത്തു മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാബ ഖൗസൈനി കടന്നു പോയത്. ഫീ ഖാബ ഖൗസൈനി ദനാ ഔ അഖറബ മിൻ ഇന്ദിഹി ഹാദൻ നബിയുൽ മുജ്തബ ഫറആഹു ഐനൻ വഫുആദൻ മർഹബ ഫസകാഹു കൈസ മഹബ്ബത്തിൻ തസ്നീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എത്രമേൽ പരീക്ഷിക്കപ്പെട്ടിട്ടാണ് കൈസ മഹബ്ബത്തിന് ഈ സ്നേഹത്തിന്റെ പീയൂഷം പാനം ചെയ്തത്. പരീക്ഷണങ്ങൾ കടന്നു പോയപ്പോഴാണ്. അതുകൊണ്ട് സയജഅലുല്ലാഹു ബഅദ ഉസ്രിനി യുസ്റാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രയാസങ്ങളുടെ പുറകെയും അല്ലാഹു ഒരു സന്തോഷം തരും. ആ സന്തോഷത്തിന് വേണ്ടി കാത്തു നിൽക്കും മുഅ്മിനേ. ഏത് പ്രയാസവും എന്നും അവസാനം വരെ സങ്കടമായിരിക്കില്ല, അവസാനം വരെ ദുഃഖമായിരിക്കില്ല. എന്റെ സഹോദരി സഹോദര, എല്ലാ പ്രയാസത്തിന് പുറകെയും ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് മാധുര്യം കൂടുതലാണ്. നന്നായിട്ട് ദാഹിച്ചിട്ട് കിട്ടുന്ന പച്ചവെള്ളത്തിന് മാധുര്യം കൂടുതലാണ്. ദാഹമില്ലാത്തുമ്പോ കിട്ടുന്ന പച്ചവെള്ളത്തിന് ഒരു രുചിയും ഉണ്ടാവില്ല. നന്നായി ദാഹിച്ച് തൊണ്ട വരണ്ട് നിൽക്കുമ്പോ കിട്ടുന്ന പച്ചവെള്ളത്തിന് വല്ലാത്ത മാധുര്യമാണ്. നിങ്ങളുടെ പരീക്ഷണങ്ങളുടെ പുറകെ അള്ളാഹു നിങ്ങൾക്ക് സന്തോഷം തരും. അതുകൊണ്ട് പരീക്ഷണങ്ങളുടെ മുകളിൽ നിങ്ങൾ പതറരുത്. അള്ളാഹു നമുക്ക് മനക്കരുത്ത് തരട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഒരു പരീക്ഷ, ഞാൻ ഇപ്പൊ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗമാണ്. അതാണല്ലോ ഇപ്പൊ സമകാലിക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഖുർആനാണ് പറയുക. ഇനി ഏത് പരീക്ഷണം വന്നാലും നമ്മൾ പതറരുത്. ആരുടെ മുമ്പിലും, അത് രാഷ്ട്രമാകട്ടെ, ഭരണകൂടമാകട്ടെ, അധികാരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നമ്മൾ പതറാനുള്ളവരല്ല, നമ്മൾ നിൽക്കാനുള്ളവരാണ്. ഫറോവയെ മറികടന്നവരാണ് നാം. നമ്രൂദിനെ കണ്ടവരാണ് നാം. ഷദ്ദാദിനെ അഭിമുഖീകരിച്ചവരാണ് നാം. ചെങ്കിസ് ഖാനെ പ്രതിരോധിച്ചവരാണ് നാം. അന്നൊന്നും ഇസ്ലാം തകർന്നിട്ടില്ല. ഫറോവയുടെ മുമ്പിൽ തകരാത്ത ഇസ്ലാം, നമ്രൂദിന്റെ മുമ്പിൽ തകരാത്ത ഇസ്ലാം അഭിനവകാല നമ്രൂദുമാരുടെ മുമ്പിൽ തകരില്ല. കർബലയിൽ ഇമാം ഹുസൈൻ റഹിമഹുല്ലാടെ തലയറുത്തവരുടെ മുമ്പിലും ഇസ്ലാം തളർന്നിട്ടില്ല. ഹർ കർബല കെ ബഅദ് ഇസ്ലാം സിന്ദാ ഹോഗാ. ഓരോ കർബല കഴിയുമ്പോഴും ഇസ്ലാം ശക്തി പ്രാപിച്ചിട്ടേയുള്ളൂ. കർബലകൾ ഇസ്ലാമിന്റെ ശക്തി പ്രകടനമാണ്. അതുകൊണ്ട് നമ്മൾ പതറരുത്. ഇൻഷാ അല്ലാഹ് മനുഷ്യന്മാരെ, നമ്മൾ പതറരുത്. അള്ളാഹു നമുക്ക് പതറാത്ത ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പതറാത്ത ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ പരീക്ഷിക്കപ്പെടുന്നുവോ അവർക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷിക്കപ്പെടുന്നവർ ഈ മണ്ണിന്റെ പുത്രൻ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അള്ളാഹു അദ്ദേഹത്തിന് എല്ലാവിധ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷക്കാലത്തോളം തടവിലിട്ട് പരമോന്നത നീതിപീഠം നിരപരാധി എന്ന് വിട്ടയച്ച് വീണ്ടും കേസിൽ കൊടുക്കപ്പെട്ട് ഈ രാജ്യത്ത് തുല്യതയില്ലാത്ത നീതി നിഷേധത്തിന്റെ ഇരയായി മാറിയ, കുറ്റങ്ങളേതെന്ന് തെളിയിക്കപ്പെടുക പോലും ചെയ്യാതെ ആ കുറ്റത്തിന്റെ മുഴുവന് ചിട്ട ഏറ്റുവാങ്ങേണ്ടി വന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് മുറിവേൽക്കുന്ന പ്രതീകമായി മാറിയ അബ്ദുൽ നാസർ മഅദനി, ആ മഅദനി അതീവ ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം മരണത്തെ മുന്നിൽ കാണുകയാണ്. മഅദനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറി കേൾക്കുന്ന മുറിവായിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, അബ്ദുൽ നാസർ മഅദനിയുടെ വിഷയത്തിൽ കേരള സർക്കാർ ഇടപെടണം. അദ്ദേഹം മലയാളിയാണ്, ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരുന്ന ഒരാളാണ്.
അദ്ദേഹത്തിന്റെ നീതി നിഷേധത്തിനെതിരെ ഒരു പൗരാവകാശത്തിനു വേണ്ടി ഈ കേരള സർക്കാർ ഇടപെടണം. കാരണം മഅ്ദനി ഒന്നാമതായി ഒരു ഇന്ത്യൻ പൗരനാണ്. ആ ഇന്ത്യൻ പൗരന് കിട്ടാവുന്ന എല്ലാ അവകാശങ്ങളും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടണം. രണ്ടാമത് അബ്ദുൽ നാസർ മഅ്ദനി ഇവിടുത്തെ ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഒരു ന്യൂനപക്ഷത്തിന് ഭരണഘടന അനുവദിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടാൻ കേരള സർക്കാർ ഇടപെടണം. മൂന്നാമതായി അബ്ദുൽ നാസർ മഅ്ദനി ഒരു വികലാംഗനാണ്. ഒരു വികലാംഗന് ഏതൊക്കെ ആനുകൂല്യങ്ങൾ ഭരണഘടനയിലുണ്ടോ ആ ഭരണഘടന ആനുകൂല്യം മുഴുവനും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടണം. നാലാമതായി അബ്ദുൽ നാസർ മഅ്ദനി ഒരു രോഗിയാണ്. ഒരു രോഗിക്ക് ഏതൊക്കെ ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങൾ മുഴുവനും അബ്ദുൽ നാസർ മഅ്ദനിക്ക് കിട്ടണം. അതിനുവേണ്ടി കേരള ഗവൺമെന്റ് കൃത്യമായി സത്വരമായി ഇടപെടണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതൊരു ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അബ്ദുൽ നാസർ മഅ്ദനി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷെ ആ വിചാരണകൾ അവസാനിക്കണ്ടേ? നീണ്ടുപോകുന്ന വിചാരണകൾക്കപ്പുറം അദ്ദേഹത്തിന് അതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടാവണ്ടേ? അദ്ദേഹത്തെ കാത്തൊരു ഭാര്യയുണ്ട്, വാപ്പയെ കാത്തു മക്കളുണ്ട്, അദ്ദേഹത്തെ കാത്ത് അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട്. ഒരു അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല. അത് ആരാണെങ്കിലും ശരി, അത് അബ്ദുൽ നാസർ മഅ്ദനി ആണെങ്കിലും ശരി, രാജീവ് ഗാന്ധി വധക്കേസിലെ നളിനിയാണെങ്കിലും ശരി, കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ കുറ്റം തെളിയിക്കപ്പെടുക, ശിക്ഷ കൊടുക്കുക എന്നതിനപ്പുറം ഒരു മനുഷ്യനെ മനഃപൂർവ്വം അതിന്റെ ഉള്ളിൽ തളച്ചിടാനുള്ള നീക്കങ്ങൾ അത് നിഗൂഢമാണ്. അത് മതേതര ജനാധിപത്യ രാജ്യത്തിന്റെ മുഖത്തേക്കുന്ന ക്ഷതമാണ് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, പതറരുത്, ചിതറരുത്. പരീക്ഷണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം. ഓരോ പരീക്ഷണത്തിനും പുറകെ അള്ളാഹു ഈ സന്തോഷം തരും. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ്. فإن مع العسر يسرا إن مع العسر يسرا. ഏത് പ്രയാസം വന്നാലും അതിന് പുറകെ ഒരു സന്തോഷമുണ്ടാവും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. സമയം നമ്മൾ ഒന്നിന് നിൽക്കുന്നുള്ളൂ. രണ്ട് സാമ്പത്തിക പ്രതിസന്ധി മാറാനുള്ള മരുന്നാണ് പറഞ്ഞത്. ഒന്നാമത്തേത് ദാ കിടക്കും. ഇതിപ്പോ ഇത്ര നേരം ഞാൻ ആരോടാ എൻ്റെ റബ്ബേ പറഞ്ഞത്? എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഇതൊരു അധര വ്യായാമമായി മാറരുത്. നമുക്ക് മറ്റൊരാളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഈ പ്രതിസന്ധിയൊക്കെ മാറണോ? റബ്ബിലേക്ക് മടങ്ങി, ഇർജിഉ ഇലാ റബ്ബിക്കും സുമ്മ തൂബു ഇലൈഹി. അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കീൻ. എൻ്റെ യുവാക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ പടച്ച റബ്ബിലേക്ക് മടക്കീൻ. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹ്. പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങീൻ, ഇല്ലാതെ രക്ഷയില്ല. രണ്ടാമത്തെ മരുന്ന് പറഞ്ഞുതരട്ടെ? വേണ്ടേ? അത് ഒറ്റ മരുന്ന് മതിയാ. ഗവൺമെന്റ് ആശുപത്രിയിലെ മരുന്ന് മതി. ചുമയ്ക്കുമായാലും പനിക്കുമായാലും എല്ലാം ഒറ്റ മരുന്ന്. രണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ, ഇത് കളിതമാശയല്ല. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. രണ്ടാമത്തെ മരുന്നേരെന്നറിയോ? ഒരു സാധാരണക്കാരന്റെ മരുന്നല്ല. മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ പ്രബോധനം നടത്തിയ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ, മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പ്രബോധന മേഖലയിലൂടെ കടന്നുപോയ പ്രമുഖ പ്രബോധകരായ പ്രവാചകന്മാരായിരുന്ന 2 പ്രവാചകന്മാര് മാത്രമല്ല, ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ നേതാവായി വന്ന മഹാനായ നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രബലന്മാരായ പ്രധാനപ്പെട്ട 3 പ്രവാചകന്മാര് ലോകത്തോട് പറഞ്ഞു കൊടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മാറാനുള്ള ഒരു മരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യസിദുകും ഖുവ്വതൻ ഇലാ ഖുവ്വതികും വലാ തതവല്ലൂ മുജ്രിമീൻ.
മജീദ്. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമത് പറയുകയാണ്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ പറയുന്നത് ഒറ്റമൂലിയല്ല, ഇത് കഥകളല്ല, ഐതിഹ്യമല്ല. ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആൻ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ഈ വേദഗ്രന്ഥം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ലാ റൈബ ഫീഹി, പിന്നീട് ഇതിൽ സംശയത്തിന് അടിസ്ഥാനമില്ല. ആ ഖുർആൻ പറഞ്ഞ ഒരു വാക്യത്തിൽ പിന്നെ തർക്ക വിതർക്കങ്ങളില്ല, ഖണ്ഡന മണ്ഡനങ്ങളില്ല, വാദപ്രതിവാദങ്ങളില്ല. ഈ യാതൊരുവിധ സംശയത്തിന് ഇട നൽകാതെ സത്യം പറഞ്ഞ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ. എന്നാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ആകാശത്ത് നിന്ന് മഴ ഈ ഭൂമിയിലേക്ക് വരും. മഴ അല്ലാഹുവിന്റെ അനുഗ്രഹമാണല്ലോ. യുമ്മത്തിഉക്കും മതാഅൻ ഹസനാ, ഏറ്റവും നല്ല വിഭവങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ആഹരിക്കാൻ തരും. റിസ്കിൽ വിശാലതയുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ഈ കടൽ കടന്നു വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിണന്നും വാരിപ്പിണന്നും അരമീറ്റർ തുണി കൊണ്ട് ബ്ലൗസ് തയ്ച്ചാൽ അത് ഫാഷനാകുമെന്ന മുദ്രാവാക്യം കയ്യിൽ പിടിച്ച് ആഭാസത്തിന്റെ നടുവിലൂടെ നടക്കുമ്പോ, ഇന്റർനെറ്റ് യുഗം നമ്മളെ കീഴടക്കുമ്പോ, കുറെ നിരീശ്വരവാദികളുടെയും ജബ്രകളുടെയും പുറകെ പോയി പുരോഗമനവാദത്തിന്റെയും ഫെമിനിസത്തിന്റെയും വക്താക്കളായി പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ച് തട്ടമിട്ട മുസ്ലിം പെണ്ണിന്റെ തലയിൽ നിന്ന് തട്ടമോരിയിട്ട് ഫെമിനിസത്തിന്റെ മേച്ചിൽപ്പുറത്തിൽ കെട്ടിയിടണമെന്ന ആഗ്രഹത്തോട് ഗ്രൂപ്പുകളും അല്ലാത്ത ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കുകളിലും കൂട്ടായ്മ കൂടുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിലേക്ക് തിരിച്ചിറങ്ങല്ലേ. ചൊരുക്കുന്ന കള്ളും മയക്കും കറുപ്പും അരിഞ്ഞാട്ടമാടി തെറിക്കുന്ന പെണ്ണും ചലച്ചിത്ര നീലപ്പടർപ്പിൻ കൊഴുപ്പും ചിദാനന്ദലബ്ധിക്കും മറ്റെന്തു വേണം എന്ന മുദ്രാവാക്യവുമായി പടച്ചറപ്പിനെ ധിക്കരിച്ചിട്ടിറങ്ങിപ്പോകരുതേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും മാറണോ? ഇതേവരെ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പശ്ചാത്തപിക്കുന്ന ഹൃദയമുണ്ടായി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഓ ജനങ്ങളെ അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ല്. ഒരു ഇൽമ നമ്മൾ പഠിച്ചാൽ അപ്പ തന്നെ പ്രാവർത്തികമാക്കണ്ടേ.